ഇരിമ്യാവ് 29 അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യെഖൊന്യ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യെഹൂദയിലും യെരുസലേമിലും ഉള്ള പ്രഭുക്കന്മാരും ശില്പികളും കൊല്ലന്മാരും യെരുസലേം വിട്ടു പോയ ശേഷം ഇരിമ്യാ പ്രവാചകൻ ബന്ധന്മാരുടെ മൂപ്പന്മാര് ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂഖദ്നേസർ യെരുസലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്ന സകല ജനത്തിനും യെഹൂദാ രാജാവായ സിദെക്കീയാവ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച സാഫാന്റെ മകനായ എലാസയുടെയും ഹില്ക്കീയാവിന്റെ മകനായ ഗെമയാവിന്റെയും കൈവശം യെരുസലേമിൽ നിന്ന് കൊടുത്തയച്ച ലേഖനത്തിലെ വിവരം എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരുസലേമിൽ നിന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമാറാക്കിയ സകല ബന്ധന്മാരോടും ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബന്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത്. അവർ എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേലിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഞങ്ങൾക്ക് ബാബേലിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ദാവീദിന്റെ സിംഹാസനം തിരിക്കുന്ന രാജാവിനെ കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സകല ജനത്തെക്കുറിച്ചും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അതേ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതാ, ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ചു. എത്രയും ആകാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും. ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി. ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ ഒരു ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്നെയും ആക്കും. പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ പറഞ്ഞയച്ച വചനങ്ങളെ അവർ കേൾക്കായ കൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇടവിടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ലെന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ യെരുസലേമിൽ നിന്നും ബാബേലിലേക്ക് അയച്ചിരിക്കുന്ന സകല പ്രവാസികളുമായുള്ളവരെ, നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പീൻ. എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്ന കോലാവിന്റെ മകനായ ആഹാബിനെ കുറിച്ചും മയേശാവിന്റെ മകനായ സിദെക്കീയാവെ കുറിച്ചും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ കാണുകെ ഞാൻ അവരെ കൊന്നുകളയും. ബാബേൽ രാജാവ് തീയിലിട്ട് ചുട്ടുകളഞ്ഞ സിദെക്കീയാവെ പോലെയും ആഹാബിനെ പോലെയും യഹോവ നിന്നെ ആക്കട്ടെ എന്ന് ബാബേലുള്ള യഹൂദാ പ്രവാസികളെ എല്ലാം ഒരു ശാപവാക്യം അവരെ ചൊല്ലി പറയും. അവർ ഇസ്രായേലിന്റെ വഷളത്വം പ്രവർത്തിച്ച് തങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യമാരുടെ വ്യഭിചാരം ചെയ്യും. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത വചനം വ്യാജമായി എന്റെ നാമത്തിൽ പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അതറിയുന്നു, സാക്ഷിയുമാവുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നെഹെലാമ്യനായ സെമയ്യാവോട് നീ പറയേണ്ടത്: ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ യെരുസലേമിലെ സകല ജനത്തിനും
മയസയാവിന്റെ മകനായ സെഫാന്യ പുരോഹിതനും സകല പുരോഹിതന്മാർക്കും നിന്റെ പേര് വച്ചയച്ച എഴുത്തുകളിൽ, നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ ഭ്രാന്ത് പിടിച്ച് പ്രവചിക്കുന്ന ഏത് മനുഷ്യനെയും പിടിച്ച് ആമത്തിലും വിലങ്ങിലും ഇടേണ്ടേന് യഹോവ നിന്നെ യഹോദാ പുരോഹിതന് പകരം പുരോഹിതനാക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് പ്രവചിക്കുന്ന അനാഥോത്തുകാരനായ ഇരിമ്യാവ് നിന്നെ ശാസിക്കാതിരിക്കുന്നതെന്ത്? അതുകൊണ്ടല്ലോ അവൻ ബാബേലിൽ ഞങ്ങൾക്ക് ആളയച്ച്, ഈ പ്രവാസം ദീർഘം ആയിരിക്കും, നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ എന്ന് പറയിച്ചത് എന്ന് പ്രസ്താവിച്ചല്ലോ. ഈ എഴുത്ത് സെഫാന്യ പുരോഹിതൻ ഇരിമ്യാ പ്രവാചകൻ കേൾക്കെ വായിച്ചിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഇരിമ്യാവിനുണ്ടായത് എന്തെന്നാ, നീ സകല പ്രവാസികൾക്കും ആളയച്ച് നെഹലാമ്യനായ സെമയ്യാവെ കുറിച്ച് പറയിക്കേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സെമയ്യാവ് ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നെഹലാമ്യനായ സെമയ്യാവും അവന്റെ സന്തതിയെയും സന്ദർശിക്കും. ഈ ജനത്തിന്റെ മധ്യേ പാർപ്പാൻ അവൻ ആരും ഉണ്ടാകില്ല. എന്റെ ജനത്തിന് ഞാൻ വരുത്താനിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുകയുമില്ല. അവൻ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ.